ഈ പുസ്തകം ഉണ്ടല്ലോ, ഞാനത് മുഴുവൻ വായിച്ചു. കുറച്ച് ഉള്ളക്കങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യസന്ധമായ ഒരു വിവരണമാണ് ആ പുസ്തകത്തിൽ, ഒരു ആഖ്യാനമാണ് നടത്തിയിട്ടുള്ളത്. ഒരിക്കലും അത് വായിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും അത് കളവായ ഒരു കാര്യമൊന്നും തോന്നത്തില്ല. ആ രീതിയിലാണ്. ഇങ്ങനെ എന്നെ നിർബന്ധമായിട്ട് അവിടെ വന്ന് വിളിച്ചത് കൊണ്ട് എനിക്ക് സുഖമില്ലാതെ കിടന്നതാണ്. എന്നിട്ട് ഞാൻ അവിടുന്ന് വന്നതാണ്. അപ്പോൾ ഞാൻ ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞത്, അന്ന് ഈ മൂന്നാർ കയ്യേറ്റം ഒഴുപ്പീരുമായിട്ട് നോക്കുമ്പോൾ ഇവർ രണ്ടുപേര് മുൻനിരയിൽ ഇങ്ങനെ നടക്കും. സുരേഷ് കുമാറും അതേപോലെ തന്നെ നമ്മുടെ മീശ എന്ന് പുള്ളി പറയുന്ന, അത് VS-ൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ നമ്മുടെ മീശക്കാരൻ എന്ന് പറയുന്ന ഋഷിരാജ് സിംഗും. ഇവർ നല്ല രീതിയിൽ അത് മുന്നേറിക്കൊണ്ടിരുന്നു. പക്ഷേ ഒരു പകുതി വഴിയിൽ അത് ഉപേക്ഷിക്കേണ്ടതായിട്ട് വന്നത് അത് VS-ൻ്റെ കുഴപ്പം കൊണ്ടോ ഒന്നുമല്ല. ഒരിക്കലും VS എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഞാൻ എപ്പോഴും കാണുന്നത് ഒരു വലിയൊരു കൊമ്പനാനയുടെ ഒരു ലക്ഷണത്തിലാണ് VS-നെ കാണുന്നത്. പക്ഷേ ഈ കൊമ്പനാനയ്ക്ക് കൂച്ചുവിലം കിട്ടങ്ങ് നിർത്തിയാൽ എന്ത് ചെയ്യും? അനങ്ങാൻ പറ്റത്തില്ല. ആ രീതിയിൽ അദ്ദേഹത്തിനെ കൊണ്ടൊന്നും ചെയ്യാൻ സമ്മതിച്ചില്ല എന്ന് പറയുന്നതായിരിക്കും ശരി. അതേപോലെയാണ് ഈ മൂന്നാർ കയ്യേറ്റവും. യഥാർത്ഥത്തിൽ നല്ലൊരു പ്രോഗ്രാമായിരുന്നത്. ഒരുപാട് കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാൻ പറ്റി. അവിടെ അങ്ങ് കയ്യേറ്റമല്ല, ഇപ്പോൾ ഇത് ഒരു കണക്കും കയ്യും ഇല്ലാത്ത രീതിയിലുള്ള കയ്യേറ്റങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ കഴിഞ്ഞ ഒരു 10 വർഷത്തിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ എല്ലായിടവും കൂണ് പോലെ അവിടെ റിസോർട്ടുകളും അതും ഇതെല്ലാം മുളച്ചു വന്നേക്കാണ്. മുഴുവൻ അതിൻ്റെ ഇക്വിലിബ്രിയം മുഴുവൻ തെറ്റിച്ചു. പക്ഷെ അത് നോക്കാനും പറയാനും അതിനെതിരെ പ്രതികരിക്കാനൊന്നും ആരുമില്ല. ഒന്നും നോക്കത്തില്ലേ. അവിടെ കെട്ടണം വല്ലവരും പണിയാൻ നമുക്കെന്താ കാര്യം? പക്ഷേ അന്ന് VS ഈ സുരേഷ് കുമാറിനെ വിളിച്ചുകൊണ്ട് ഉള്ള പോക്കെന്ന് പറയുന്നത് ഒരു വല്ലാത്ത പോക്കായിപ്പോയി കേട്ടോ. പിന്നെ ഇവർ ചെയ്ത കാര്യമെന്ന് പറയുന്നത് രാഷ്ട്രീയക്കാരെയൊന്നും നോക്കാതെ CPM-ൻ്റെ ആയാലും CPI-യുടെ ആയാലും ആരുടെ ഓഫീസും എല്ലാം ഈ കയ്യേറ്റ ഭൂമിയിലുണ്ടായിരുന്നത് വലിച്ചു താഴെ ഇട്ടു. അത് പ്രശ്നമായി. ഇവിടെ രാഷ്ട്രീയക്കാർക്ക് എപ്പോഴും ഒരു ഇമ്മ്യൂണിറ്റി ഉണ്ടല്ലോ ഇങ്ങനെയുള്ള കാര്യത്തിൽ. അത് വകവെച്ചു കൊടുക്കാൻ തയ്യാറാകാത്ത ആളുകളായിരുന്നു ഈ ഋഷിരാജ് സിംഗും അതുപോലെ സുരേഷ് കുമാറും. അതാണ് പ്രശ്നം. അപ്പോൾ VS അതിന് യഥാർത്ഥത്തിൽ പച്ചക്കൊടി കൊടുത്തു. നല്ലതായിട്ട് ഇവർക്കൊരു ഫ്രീ ഹാൻഡ് കൊടുത്ത് വിട്ടതാണ്. ഒരു മുഖ്യമന്ത്രി അങ്ങനെ ചെയ്തേക്കുന്നത് വലിയൊരു കാര്യമാണ്. അത്രത്തോളം വിശ്വാസത്തിലെടുത്താണ് സുരേഷ് കുമാറിനെ ആ ജോലി ദൗത്യം ഏൽപ്പിച്ചത്. അത് അദ്ദേഹം ആ നടന്നിടത്തോളം കാലം നന്നായിട്ട് നടന്നുകയും ചെയ്തു. പക്ഷെ അത് മുഴുമിപ്പിക്കാൻ സമ്മതിച്ചില്ല. ഞാൻ പറഞ്ഞില്ലേ, കൊമ്പനാനയ്ക്ക് കൂച്ചുവിലം കിട്ടാതെ നിർത്തി ഇനി മുമ്പോട്ട് പോകണ്ട. ഇതാ സംഭവിച്ചിരിക്കുന്നത്. നമ്മുടെ ഇങ്ങനെയുള്ള ആളുകൾ, അതായത് രാഷ്ട്രീയത്തിൽ യഥാർത്ഥം നോക്കിയാൽ എല്ലാവരുടെ അടുത്തും ഒരേപോലെ ഇടപെടുന്ന, തമാശയായിട്ടൊക്കെ പറയും. നമുക്ക് തോന്നും ഇത് ഈ പറയുന്നതൊക്കെ ആരെങ്കിലും കളിയാക്കി പറയുന്നതാണെന്നൊക്കെ തോന്നും. അതുമല്ല, വളരെ നല്ല മനസ്സിൻ്റെ ഉടമയാണ്. കാരണം ഒരു 2-3 പേര്, 2 സംഘടനകൾ എന്നെ ആ ആലപ്പുഴ ഭാഗത്തുനിന്ന് ഓരോ 1-2 യോഗങ്ങൾക്ക് വിളിക്കാനായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇതിനൊക്കെ ഞാൻ വരുന്നത് എങ്ങനെ? ഇതൊക്കെ രാഷ്ട്രീയക്കാർക്കും ഒക്കെ പറഞ്ഞിട്ടുള്ള കാര്യമല്ലേ. അത് ഞങ്ങൾ VS-ൻ്റെ അടുത്ത് പോയി. അന്നേരം പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, ആ ജഡ്ജി ഇല്ലയോ കൊള്ളാം തന്നെ, അയാളെ പോയി വിളിക്കാൻ പറഞ്ഞു. നേരിട്ട് ഞങ്ങളൊരു പരിചയമില്ല, പക്ഷേ എൻ്റെ അടുത്ത് പറഞ്ഞയച്ചതാണ് എന്ന് പറയുന്നതാണ് VS. പക്ഷെ അങ്ങനെയുള്ള ഒരു മനുഷ്യൻ്റെ നാമധേയത്തിലുള്ള ഒരു പുസ്തകം VS-നോടൊപ്പം കഴിഞ്ഞ ദിനങ്ങളാണെങ്കിലും ഇത് ആ നല്ല രീതിയിൽ ഇത് എഴുതിയിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഒരു ആത്മകഥാ രചന എന്നൊക്കെ പറയുമ്പോൾ അതിനകത്ത് ഒരുപാട് തിരിച്ചടികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം ഇത് നമ്മളെ മാത്രമല്ല നമ്മൾ എഴുതുമ്പോൾ ബാധിക്കുന്നത്, പല ആളുകളെയും ബാധിക്കും. മറ്റേ ആളുകളെയും ബാധിക്കുന്ന ഒരു കാര്യമായിട്ട് മാറും. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ കുറച്ച് എതിർപ്പും കുറച്ച് കോലാഹലവും ഒക്കെ ഉണ്ടാവും. പക്ഷേ സുരേഷ് കുമാറിന് അത് പ്രശ്നമൊന്നുമല്ല. ഏതായാലും എല്ലാവിധ ആശംസകളും ഞാൻ ഇതിന് നേരുകയാണ്. നല്ലൊരു പുസ്തകം നമുക്കൊക്കെ കിട്ടി. സത്യസന്ധമായ ആഖ്യാനം നടത്തി നമുക്കൊക്കെ അത് വായിച്ച് മനസ്സിലാക്കാനും ജനങ്ങൾ അറിയട്ടെ എന്നാണ് VS പറഞ്ഞത്. സുരേഷിൻ്റെ അടുത്ത് പറഞ്ഞു, ഇത് എഴുതാൻ നേരത്ത് പറഞ്ഞു ഇത് എഴുതണം, ജനങ്ങൾ അറിയട്ടെ, ആളുകൾ അറിയട്ടെ എന്നുള്ളതാണ്, മനസ്സിലാക്കട്ടെ എന്നുള്ളതാണ്. അവിടെ അദ്ദേഹം രാഷ്ട്രീയമൊന്നും നോക്കിയില്ല. എല്ലാവരും അറിയട്ടെ എന്നുള്ളതാണ്, അറിയാനുള്ള ഒരു അവകാശം അതെല്ലാവർക്കും ഉള്ളതാണ്. അത് തന്നെ നമുക്കൊക്കെ കിട്ടി സുരേഷിലൂടെ ഇങ്ങനൊരു പുസ്തകം. എല്ലാവിധ ആശംസകളും ഞാൻ നേരുന്നു.